ആക്രയിൽ മോഷണം 2 പേര് അറസ്റ്റ് ചെയ്തു. ഡാഡി മോഷണം നടത്തി. ഡാഡി ഓ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മീനുന്റെ ഡാഡി ഇല്ലേ? ആ അച്ഛന് രാഷ്ട്രീയക്കാരനാണ് ഡാഡിയെ പോലെ. പക്ഷെ അവർക്ക് വലിയ ബംഗ്ലാവും കാറും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്തതില്ലാത്ത? ഡാഡി സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അല്ലാതെ ഈ മറ്റേ ജനങ്ങളുടെ ഖജനാവിലേക്ക് കൈയിട്ട് മാറുന്ന ഒരാളല്ല ഡാഡി. അങ്ങനെയൊക്കെ ഡാഡിക്ക് ചെയ്യായിരുന്നെങ്കിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് വേണമെങ്കിലും ഡാഡിക്ക് സ്വന്തമാക്കായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയും ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ്. നമുക്കും എന്തോ മോളെ ഇത് അങ്ങനെയൊന്നും പറയില്ല. ഡാഡിനെ വിഷമിപ്പിക്കല്ലേ വെറുതെ. നമുക്കറിയാലോ ഡാഡിക്ക് അതൊന്നും പറ്റൂല എന്നുള്ളത്. പക്ഷെ ഡാഡി ഇവിടുത്തെ പ്രമുഖനല്ലേ, പിന്നെന്താ എന്ന് പറഞ്ഞ ഒരു പ്രമുഖൻ അതങ്ങനെ നിർത്താനേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് സമയം വീട്ടിൽ ഇരിക്കാന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി നേരത്തെ എങ്ങോട്ടെങ്കിലും പോണോ? ഞാൻ സപ്പോർട്ട് ചെയ്തതല്ലേ ക്ലീറ്റോനെ. ഇത്രയ്ക്ക് അങ്ങോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ. ചെങ്ങന്നൂരൊന്നും പോകണ്ടേ? ടി വി തുറക്കുമ്പോ കേരളത്തിലെ പാർട്ടിക്കാർ മുഴുവൻ അവിടെ ഉണ്ട്. നിങ്ങൾക്കൊന്നും പോകണ്ടെന്നു. ഞങ്ങളുടെ പാർട്ടിയെ അവിടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ സീറ്റാ ചെങ്ങന്നൂര്. പിന്നെ ഞാൻ അവിടെ പോകേണ്ട കാര്യമില്ല. ഞാൻ കൊടുക്കേണ്ട സന്ദേശം ഫോണിലൂടെ എൻ്റെ ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഇത് ശബ്ദ സന്ദേശം അയച്ചിട്ടുണ്ട്. അത് ചെങ്ങന്നൂരൊക്കെ ഇപ്പൊ പാറി പറന്ന് കിടക്കാം. തീരുമാനമായിട്ടുണ്ടാവും. ചൂട് ചായയാണ് കേട്ടോ. ഇതിങ്ങനെ എടുത്ത് മുഖത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. തിരിച്ചു വീണാലും തിരിച്ചു വീഴില്ലല്ലോ. ഞാൻ ഒഴിക്കുമ്പോ തീർത്ഥം ഒഴിക്കുമല്ലോ. വേറെ അടുക്കളയിലുണ്ട് അല്ലേ? രാവിലെ വേറെ ഒരു പരിപാടിയില്ല അല്ലേ? കൊച്ചുങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അതിന്റെ രീതിക്ക് മറുപടി പറഞ്ഞു കൊടുത്താൽ മതി. നീ കൂടുതൽ എന്നെ അങ്ങോട്ട് ഇതാക്കല്ലേ തങ്കം. ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ പാലായിൽ കിടപ്പുണ്ട്. പിന്നെ എന്നെ കൊണ്ട് അങ്ങോട്ട് പറയിപ്പിക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നു. ജീവിക്കാനുള്ള ചുറ്റുപാട് എല്ലാം ഉണ്ട് എനിക്ക്. ഞാൻ വെറും ഒരു നിങ്ങൾ വിചാരിക്കും പോലെ അങ്ങനെ ഒരു സാധാരണക്കാരനല്ല. വിചാരിച്ചില്ലല്ലോ. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഈ എന്നെ ഞാനേ പറഞ്ഞ കുറിച്ചിരിക്കുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഒന്നുമില്ല. എന്നൊരു കാര്യം ഇതിന്റെ അമ്മയുടെ കൂടെ ചെല്ല്. കുറെ നല്ല അറിവ് പകർന്നു തരും. സർവ്വവിജ്ഞാന കോശം അത്. ഓഹോ, ഇവനൊരു കോൾ ചെയ്യാനുള്ള പൈസ ഇല്ല ഇവൻ്റെ. എന്താ? ഒരുത്തൻ രാവിലെ മിസ് കോൾ അടിക്കുക നടരാജൻ. നിങ്ങൾക്കും പൈസ ഉണ്ടാവില്ല, നിങ്ങളുടെ പാർട്ടിക്കാർക്കും പൈസ ഉണ്ടാവും. ഞങ്ങളുടെ പാർട്ടിയുടെ പേരിൽ സമ്പാദിച്ച് കൂട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിലൊക്കെ ചില പൈസ ഇല്ലാതിരിക്കും. എന്നാൽ ഇങ്ങനെ ഒരു ദാരിദ്ര്യം ഉണ്ടാവോ? ഹലോ മതി. നടരാജ എന്ത് ഓട്ടോ ഡ്രൈവർ ഡൈമൺ സന്തോഷിനെ എന്ത് പെണ്ണാ ഇടിച്ചോ? അതെന്താ ബാബുവോ? ബാബു ഇത് പറഞ്ഞിട്ടുണ്ടാ പണി മുടക്കിന്? എല്ലാവരും അറിയിച്ചോ? എല്ലാവരും വിളിച്ച് അറിയിക്ക്. നീ വണ്ടി ഒരു വണ്ടി ഒന്നും ഓടണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. പിന്നെന്താ അങ്ങനെ വിടാൻ പറ്റുമോ? ഒരു തന്നെ മൂക്കടിച്ച് വരത്തിട്ട് നീ വെച്ചാൽ എല്ലാവരും അറിയിച്ചോ? ശരി. അതെ, എൻ്റെ ഷർട്ടും മുണ്ടൊക്കെ എടുത്തേക്ക്. എന്തിന്? എടീ, നമ്മുടെ ഒരു ഓട്ടോ ഡ്രൈവർ ഡൈമണ്ട് സന്തോഷിനെ ഒരു പെണ്ണ് മൂക്കിലിട്ട് ഇടിച്ചു കൊടുക്കുന്നു. പെൺപിള്ളേർ ഇങ്ങനെ ആയ പിന്നെ എന്ത് ചെയ്യുന്നേ? അതിന് ഞാൻ പോയിട്ട് ഇനി പ്രസ്താവന ഇറക്കണം. ബാക്കി പത്രസമ്മേളനം, ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. നീ അതൊക്കെ തേച്ച് പെട്ടെന്നാട്ടെ. ചെങ്ങന്നൂരാണോ? ചെങ്ങന്നൂരല്ല നിന്റെ ചെങ്ങന്നൂര്. ഇത് ഇവിടെ ഇവിടെ നടക്കുന്ന കാര്യം. എന്റെ ഷേവിംഗ് സെറ്റ് എവിടെ? തുടങ്ങി. തേച്ച് വെക്കേട്ടോ. എടുക്കട്ടെ. എന്നാലും ഏത് പൂലൻ ദേവിയാണ് എന്താ ചെറുക്കനെ കൈവച്ചത്? മക്കളെ, ഡാഡിയുടെ പാർട്ടിയിലെ യൂണിയൻ ഉണ്ടല്ലോ, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ. അതിലുള്ള ഒരു ഡ്രൈവർ പയ്യനെ ഒരുത്തി ഇടിച്ച് മൂക്കിലിട്ട്. അയ്യോ ഡാഡി, രാഗിയന്റെ വല്ലോ ആയിരിക്കോ? രാഗിയാ? അതെ, അവളവിടെ ഇല്ലേ? ഇല്ല ഇല്ല. അവള് ഇല്ല. അവളാണെങ്കിൽ എല്ലാവർക്കും അറിയാം, മെമ്പറെ ഭാര്യ എന്നുള്ളതല്ലേ. അവളല്ല എങ്കിൽ പറഞ്ഞനല്ലോ. ഇത് വേറെ ഏതോ പൂലൻ ദേവിയാണ്. എന്തൊക്കെയാ കൈ കിട്ടട്ടെ ഞങ്ങള്. നല്ല ഇടി കിട്ടിക്കാണോ? പക്ഷെ മക്കളെ, നീ ഇതൊന്നും കണ്ട് വളരരുത് കേട്ടാ. ഇങ്ങനെ കുറെ തലതെറിച്ച പെണ്ണുങ്ങളുണ്ട്. ആ ചേട്ടന് നല്ല ഇടി കിട്ടിക്കാണോ? നല്ല ഇടി കിട്ടി കാണും. ഇതെന്താ എന്തെങ്കിലും ചെറിയ കാര്യത്തിനായിരിക്കും. പൈസ ഉള്ള ടീമായിരിക്കും, അതിന്റെ അഹങ്കാരമായിരിക്കും. എന്താ ഷർട്ടും മുണ്ടും തേച്ചിട്ടുണ്ടേ. ഇനി എങ്ങോട്ടാ? ഇനി നേരെ പാർട്ടി ഓഫീസ്, അവിടുത്തെ പത്രസമ്മേളനം, അത് കഴിഞ്ഞ ഒരു പന്തംകുളത്തിൽ പ്രകടനം. ഈ പകലോ? അല്ല, പകല് പന്തം കത്തൂലേ? കത്തും. പിന്നെന്താ നിനക്ക് വലിയ സംശയം?
എനിക്ക് സംശയമൊന്നുമില്ല. പെണ്ണുങ്ങളെ കുറെ അഴിഞ്ഞാട്ടം കൂടുതല. ഓ എന്തൊക്കോ ഇതിപ്പോ ആരാന്നും പറഞ്ഞ എന്താ ഏത് സമയത്താണ് കയറി വന്ന? എന്താ? അയ്യോ കർത്താവേ ചോര. എന്തായാലും തുടക്കം കൊള്ളാം. ചോര കണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. മിക്കവാറും ഇത് അവസാനം ചോര കണ്ടിന് അവസാനിക്കും. ചോരപ്പുഴ ആവരുതേ. ചിലപ്പോ ചോര കടലൊഴുകും. മകളെ ആ ഷെയിൻ ലോഷൻ എടുത്തുണ്ടോ? എവിടെ തിരുപ്പുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ അപ്പൊ വന്ന് വേറെ കാര്യങ്ങളും പറഞ്ഞോണ്ട് നിൽക്കും. കണ്ടിട്ട് വേണം ആശുപത്രിയിലോട്ട് പോകാൻ. പാലം തകർന്നു. തകരുമല്ലോ. അതിന്റെ കോൺക്രീറ്റ് പണി നടന്നപ്പോഴേ എനിക്ക് തോന്നി അതിൽ സിമെന്റും ഇല്ല മണലും ഇല്ല, അത് തകരുമെന്ന്. നമുക്കേ സമരം ഇനി അതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അങ്ങോട്ട് പോവാം. ഏത് പാലമാണ്? മൂക്കിന്റെ പാലം. ഡയമണ്ട് സന്തോഷിന്റെ മൂക്കിന്റെ പാലം. അതാണ് മൂക്കിന്റെ പാലം തകർന്ന ആരെയും പറഞ്ഞു. അമ്മാതിരി ഇടിയല്ലേ പെണ്ണ് ഇടിച്ചത്. എടേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും അണികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിട്ട് ഒരുത്തനോ ചോദിക്കാനില്ലായിരുന്നു ഇവിടെ അവിടെ ആ പെണ്ണിന്റെ അടുത്തൊരു വാക്ക്? അല്ല അവള് കരാട്ടയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തോന്ന് കരാട്ട? തിരിഞ്ഞു മാറി ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കണ്ടേ? ഇനിയിപ്പം എന്ത് നാണക്കേടായിപ്പോയി. അതെ, ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കണം. അതായത് ഇനി ഈ പഞ്ചായത്തിൽ നിന്നല്ല, ഈ കേരളത്തിൽ നിന്നല്ല, ഈ ഒരു രാജ്യത്ത് ഒരു പെണ്ണും ഒരു പുരുഷന്റെ നേരെ കൈ പൊക്കരുത്. ആ രീതിയിലുള്ള പ്രതിഷേധം നമുക്ക് ചെയ്യണം. പക്ഷേ അളിയ അവിടെ കൂടി നിന്ന ആൾക്കാരെല്ലാം ആ പെണ്ണിന് സപ്പോർട്ടായിരുന്നു. അതെന്താ അങ്ങനെ സപ്പോർട്ട് ചെയ്യണത്? ആ പെണ്ണിന് പിൻബലം കൊടുക്കുന്നത് അമ്പിളിക്കുട്ടന്റെ ആൾക്കാർ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. നിനക്ക് എങ്ങനെ അറിയാതെ? അത് ഊഹിച്ചപ്പോരെ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് കൃഷ്ണൻ തന്നെ ആയിരിക്കുമല്ലോ. നീ ദൈവം ഇതൊന്നും മിണ്ടാതിരിക്കോ, ഒന്ന് വാ അടച്ചു വെച്ചിരിക്കോ. അതെ, ഇതിപ്പം ഇങ്ങനെ വിട്ടാ പറ്റില്ല. സന്തോഷം എവിടെയുണ്ട്? അവനെ ആട്ടോറിക്ഷക്കാരെല്ലാം അവിടെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ആശുപത്രി ഇറങ്ങിയ ഉടനെ നമുക്കൊരു അനുശോചനവും കൂടണം. ഓ എന്റെ കർത്താവേ, തങ്കം പറയണത് വളരെ ശരിയാണ്. ഇങ്ങനെയുള്ള കുറെ പൊട്ടന്മാരെ നേതാവായിട്ടാണല്ലോ ഞാൻ നടക്കുന്നത്. നടരാജ അനുശോചനം എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം ചെയ്യണതാണ്. എന്നാ നമുക്ക് അനുമോദനം കൂടാ. നീ ദൈവം, നീ ഒന്നും കൂടുതൽ നീ ഒന്ന് മിണ്ടാൻ നിൽക്കാൻ പറ്റുമോ? ക്ലീറ്റസേ, ഇത് നേരെ തിരിച്ച് ഒരു പെണ്ണിന്റെ പേർക്കായിരുന്നെങ്കിലോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും. ഉടനെ ചാനൽ ചർച്ച, മീഡിയക്കാര്, പിന്നെന്തോ വനിതാ കമ്മീഷൻ. ഈ പുരുഷന്മാർക്ക് ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടോ ചോദിക്കാൻ? അല്ല, അതാണ് നമ്മുടെ ഈ സമരം കൊണ്ട് പുരുഷന് ചോദിക്കാൻ ആളുണ്ടോ എന്നുള്ളത് വരുത്തി തീർക്കണം. അത് അങ്ങനെ തന്നെ വേണം. എന്തായാലും അളിയാ, ഈ പാലത്തിൽ പിടിച്ച് നമ്മളൊരു കയറ്റം കയറും. ഏത് പാലം? പാമ്പം പാലം. പോടെ നടയടാ, വാ അങ്ങോട്ട് പോവാം. നമുക്ക് പോവാം. കഷ്ടം. എന്തിനാ കയറിലെ പരിപാടി? അമ്മ എനിക്കിതൊന്ന് ഊരണം. ഡാഡി വരട്ടെ, എന്നിട്ട് ഉരുത്തരും. ഒരു കത്തി കിട്ടിയാ? നീ അതിന്ന് വിട്ടിട്ട് നീ മുറ്റൊന്ന് അടിച്ചു കളഞ്ഞേ. അവൾക്ക് ആവശ്യമുള്ള പണി ഒന്നും ചെയ്യൂല. ചൂല കാണാനില്ല. നോക്കി എടുക്കണ ചൂല, തീരിക്കണല്ലേ ചൂല. അമ്മ അത് പിന്നെ ആയിരിക്കും. എന്തൊരു വിളിയും പറിച്ചിട്ടൊന്നും ഇല്ലാതെ വിളിച്ചു പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വരാൻ ഞാൻ ഇങ്ങോട്ട് തോന്നി. എന്നാലും പറയാറുണ്ടല്ലോ. വേണ്ടെന്ന് വെച്ചാൽ വിളിച്ചു പറഞ്ഞാൽ നീ അതും ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന എനിക്കറിയാം. അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ അങ്ങോട്ട് സൽക്കരിക്കലൊന്നും എന്റെ നീ എന്നെ സൽക്കരിക്കൂലേ? ഓ എന്താ നടന്നു വന്നേ? ഞാൻ ഇങ്ങോട്ട് നടന്നു പോന്നു. അതൊക്കെ പിന്നെ പറയാന്നേ. വാ അതോട്ട് വാ, ചൂടെടുത്തിട്ടേ. എന്താ കൊണ്ടുവരാത്ത? അവളെ കൊണ്ടുവന്നില്ല, ഞാൻ ഇങ്ങോട്ട് പോന്നു. വാ. എപ്പ ഇറങ്ങിയപ്പോ? ഞാൻ കാലത്തെ ഇറങ്ങിയതാടി. എന്തൊരു ചൂടാ. ഞാൻ വെള്ളം അവിടത്തേലും വെയിലാന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. അവിടെ എന്തുണ്ട് വിശേഷം? അവിടെ നീ അവിടെ പോയിരിക്കല്ലേ, ഇവിടെ വാടി. ഓ വേണ്ട, എന്ത് അവളുടെ വിശേഷം എന്താ ആലീസ്? അവിടെ നല്ല വിശേഷമാണ് കാത്തുനെ. അവളെ റിസൾട്ട് എന്നാ? അവളുടെ റിസൾട്ട് ഒക്കെ വന്ന്. എത്ര ശതമാനം? അവള് നല്ല മാർക്കുണ്ട്. 83% ഒക്കെ ഉണ്ട്. എനിക്ക് എന്താ വന്നേന്ന് അവന്? അവനൊന്ന് കാണണമായിരുന്നു. പിന്നെ അവനൊന്ന് ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ കൂടി കുറെ പണി ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളെയും വന്ന് കാണാല്ല, കുറെ ദിവസമായില്ലേ കണ്ടിട്ട്. അതൊന്നും അല്ല, ഓനെ കാണാൻ വേണ്ടി വന്നതാ. പിന്നെ കാണണ്ടേ, അവന് കാണാണ്ടിരുന്നിട്ട് എപ്പോഴും സങ്കടം. ഫോൺ വിളിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. ചേട്ടൻ എന്താ വിശേഷം? ചേട്ടന്റെ വിശേഷം എന്താ, പഴയ പോലെ തന്നെ. പാരോപ്പും പ്രമോഷനൊക്കെ ആയിട്ടോ? പ്രമോഷനായപ്പോ ഇപ്പൊ ഒന്നും കൂടി തിരക്കായി, വലിയ ആളായി എന്നുള്ള ഭാവമല്ലേ. എന്നെ ഭരിക്കാൻ ഒരു അവസരം. എന്തായാലും പ്രമോഷൻ കിട്ടിയത് കാര്യമായി. ഇപ്പൊ വലിയ പോലീസായില്ലേ? വലിയ പോലീസായി. അതിന്റെ മൂച്ചും കൂടിയിട്ടുണ്ട് ഇത്തിരി. ഒരു സമാധാനമല്ലേ 24 മണിക്കൂറും ഇത് തന്നെ. ഇവിടെ അവനെന്തിയേ?
അത് രാവിലെ പോയല്ലോ യൂണിഫോം ഒക്കെ ഇട്ട്. ഇവിടെ ഉണ്ടല്ലോ യൂണിഫോം. അതെന്ത് യൂണിഫോം? അയ്യോ ഞാൻ മറന്നുപോയി. എന്താ ഇന്ന് വല്ല മീറ്റിംഗ് ഉണ്ടാ? എല്ലാ ദിവസവും ഉണ്ട് മീറ്റിംഗ്. ക്ലീറ്റ ഭയങ്കര ബിസി അല്ലേ? നിങ്ങളല്ലേ ആങ്ങളാ? നിനക്ക് അവനൊരു വിലയില്ലാത്തല്ലേ, അവന് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എടുക്കല്ലേ ഉടുപ്പ് മാറ്റ്, എന്നിട്ട് ഇങ്ങോട്ട് വാ, എന്നെ സഹായിക്കാൻ വേണ്ടി വാ. ഇവിടെ വാടി. അവൾക്ക് എന്ന് സ്കൂൾ തുറക്കും? അവക്ക് 1-ാം തീയതി ആവുമ്പോഴേക്ക് തുറക്കും. ഒന്ന് പെട്ടെന്ന് ആവട്ടെ. ഇങ്ങോട്ട് ഇറങ്ങില്ല ഒരു കാര്യത്തിന്. അതിനിടയ്ക്ക് ദാഹമായി വിശപ്പായി. ചക്കയില് സാറേ ചക്കയുടെ ഒരു ഗമ നോക്ക്. ഉടുപ്പൊക്കെ ഇട്ടപ്പോ ഇങ്ങനെയൊക്കെ ആയി. ഇങ്ങനെ ആയാ വെളയിൽ വിഴുന്ന് കിടന്ന് ആർക്ക് വേണ്ടായിരുന്ന സാധനമായിരുന്നു. കഴിച്ചാൽ മാത്രം മതി. ഇതാ പറയണത്. എന്ത് വില? എല്ലാവർക്കും ഒരു നല്ല കാലം വരും എന്ന് പറയണത് ഇതാണ്. കയ്യിൽ കറയാക്കണ്ട, ഒന്നും ചെയ്യണ്ട, കൊണ്ട് കഴിച്ചാൽ മാത്രം മതി. കുഴപ്പമില്ല, നമ്മളെ ഇച്ചിരി കറയാവണം എനിക്കിഷ്ടം. പിന്നെ ഇങ്ങനെ നിന്നാ പറ്റൂല. പെട്ടെന്നാവട്ടെ. ഒരെണ്ണം കൂടെ എന്താണ് ഒന്നുകൂടെ. എടാ നിന്റെ വയറ്റിൽ കൊക്കോ പുഴുവെല്ലാം കൃഷി ചെയ്യണുണ്ടോ? ഇത് എത്ര, ഇത് 2-ോ 3-ാമത്തെ ആയില്ലേ? ഞാൻ ഇന്നലെ ഫാസ്റ്റിങ്ങിലായിരുന്നു. ഫാസ്റ്റിംഗ് എന്തിന്? നമ്മൾ ആഴ്ച ഒരു ദിവസമെങ്കിലും ഫാസ്റ്റിംഗ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ കൊളസ്ട്രോളൊക്കെ പോകും. കൊളസ്ട്രോൾ ഈ ശരീരത്തില് എന്നാ ഇരിക്കണം. കുടിച്ചിട്ട് വാ പോവാ. ആര് പറഞ്ഞു? ഫോണെടു എന്നാ കുടിക്കാന്നാ ആര്? കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ട്. ഓ എന്നാ ഹലോ ബാവോട്ട, ഞങ്ങൾ എത്ര നേരമായിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നു. ഇവിടെ നിന്ന് വരും. നിങ്ങൾ എവിടെ നിൽക്കുന്നു? അത് ശരി, ടീച്ചേഴ്സിന്റെ വീട്ടിലാ? അത് ശരി, നിങ്ങളെ കാത്തല്ലേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആ ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓ ഇത് എന്തിനടുപ്പ ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് പോയത്? ഇവിടെ വരാനല്ലേ പറഞ്ഞത്? ഈ ബാബുവിന്റെ കാര്യം ഇതാണ്. കാര്യമില്ല. അതെയോ? എന്റെ ജ്യൂസ് ഇവിടെ ഉള്ളത് കൂടി. പിന്നെ ആദ്യം നമുക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ചാണ്. അത് ഇവിടെ വന്നെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ച് പോയാൽ മതിയായിരുന്നു. ഇനി വീട്ടിൽ പോകേണ്ട വല്ല കാര്യമുണ്ടാ? ഇപ്പൊ അവൻ എവിടെ ഇവൻ എവിടെ ഉണ്ടെന്ന്? ഡയമണ്ട് സന്തോഷം അവനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവനെ കൊണ്ട് അങ്ങോട്ട് വന്നേക്കുന്നു. അവനും ഉണ്ടോ? അപ്പൊ ആശുപത്രി പോയി ഒഴിവായി. അപ്പൊ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യാം. വീട്ടിൽ പോയി എല്ലാരും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോകും. ഇത് കുടിച്ചാ നിങ്ങൾ എന്റെ നടരാജ. നീ അവിടെ ആയാലും കയറി നിന്നോ. ഇതിനകത്തോടെ നിർത്തിക്കോ. പൈസ നീ അതിനിടയ്ക്ക് എന്തിനാണ് അവര് അന്ന് ചെല്ലാൻ പറഞ്ഞ? ഞാൻ ഇവിടെ വരാനല്ലേ വിളിച്ചു പറഞ്ഞത്. ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോകണം. അത് കഴിഞ്ഞിട്ട് പത്രസമ്മേളനം. ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് തമാശ കളിയാ. ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. അയ്യോ എടുത്തങ്കം. ഓ ഒന്ന് വന്ന് ഇതേ മോട്ടർ ഒന്ന് അടിച്ചേ. അയ്യോ വെള്ളം തീർന്ന്. ഓ കണ്ണില് സോപ്പ് ഇട്ട് വെക്കോ. ബാബുചേട്ടനായിരുന്നോ? ക്ലീറ്റ നിങ്ങളുടെ പാർട്ടിയിലുള്ള ആരെയോ തല്ലീന്നോ ചവിട്ടീന്നോ മൂക്കിലിട്ടിടിച്ചു എന്നൊക്കെ പറഞ്ഞു. വേറെ ആരല്ല, ഇവനെ ഇടിച്ചത്. ആ ഇവനെയാണ് ഇടിച്ചത്? അയ്യോടെ അത് ചെറിയ ചെക്കനാണല്ലോ. അത് ഭയങ്കര ഇതായി പോയല്ലോ. ഏത് പെണ്ണ അങ്ങനെ ചെയ്തേ? അവന് കണ്ടാലറിയാം. ചേടാ അതെ ക്ലീറ്റ വരുന്നുണ്ടല്ലോ. എന്ത് തോന്നിയ ദിവസം കാണിക്കാതെ പറയാം. വെള്ളരിക്കപ്പറണാണല്ലോ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്നേ. ഒരു 4-5 കസേര എടുത്തേ. 2 മതിയോ? ബാക്കി പോളിഷ് ചെയ്തിട്ടേക്കാണ്. കസേര വേണ്ട, ഇരിക്കേ. അവിടെ ഞാൻ വഴിക്ക് വെച്ച് കണ്ട് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇങ്ങ് പോകുന്നല്ലേ? കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, അടിച്ച് പരത്തില്ലേ? വേറെ എവിടെയെങ്കിലും ഇടി കിട്ടിയോടാ? ഓ എന്നാലും ഇത് ഏത് പെണ്ണ് ചെയ്താലും വളരെ ഹീനവും മ്ലേച്ഛവുമായ പരിപാടിയായി. കഷ്ടം. ഒരു കൊച്ചു ചെറുക്കനെ ഇങ്ങനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ത് തുരിഞ്ഞിറങ്ങിക്കണമെന്ന് അറിയില്ലല്ലോ. കഴിഞ്ഞ എറണാകുളത്ത് കണ്ടില്ലേ ആ ടാക്സിയിലെ പയ്യനെ? അടുത്ത സമയത്ത് ഈ നാട് എന്ത് പോക്കാണെന്ന് അറിയില്ല. ഇതിപ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ തുനിഞ്ഞാൽ ഇത് വെറുതെ വിടാൻ പറ്റില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെ ശക്തമായിട്ട് നമ്മൾ പ്രതിഷേധിച്ചേ പറ്റുള്ളൂ. അല്ല ഇനി ആ പെണ്ണ് വല്ല മാനസിക രോഗിയായിരിക്കും. നിന്റെ ഭാര്യയുടെ കാര്യമല്ല പറഞ്ഞത്, ഇവനെ ഇടിച്ച പെണ്ണിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ല ക്ലീറ്റ, നിങ്ങൾ വിചാരിച്ച ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് ഇവന് അറിയാൻ പറ്റുമോ? ഇവനെ കണ്ടാ തിരിച്ചറിയാന്നേ. അമ്മാതിരി ഇടിയല്ലേ അവന്റെ മുഖത്ത് ഇടിച്ചിരിക്കുന്നത്. നല്ല ഇതുണ്ട്. പാലം പോയി തോന്നണല്ലേ? അതെ. നമ്മുടെ സ്റ്റാൻഡിൽ എത്ര വണ്ടിയുണ്ട് ഇപ്പൊ നിലവിൽ? 50 വണ്ടി.
50 ഉണ്ട്. അപ്പോൾ 50 ഗുണം 200 10,000. അപ്പോൾ ആദ്യം 200 രൂപ വെച്ച് എല്ലാ വണ്ടിക്കാരെയും കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ ആയിട്ട് നമ്മൾ വേറെ പോലീസ് സ്റ്റേഷൻ മാർച്ച് പോകും. അതാണ് ഫസ്റ്റ് സമര പരിപാടി. എന്നിട്ട് അവർ എന്തുണ്ടാക്കുമെന്ന് കാണണം. പെണ്ണിനെ അവർ കണ്ടുപിടിച്ചിട്ട് നോക്കണം. കണ്ടുപിടിച്ച് തന്നാൽ നമ്മൾ അടുത്ത പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. ക്ലീറ്റോ ഇതിപ്പോ ഇത്രയും വലിയ പ്രശ്നമാക്കണോ? ആശുപത്രിയിലൊക്കെ പോയതല്ലേ, അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോ തങ്കം തോന്നിയാസം പറയും. ക്ലീറ്റോ എത്ര വന്നാലും ഇതൊരു പെണ്ണല്ലേ? ആഹാ, പെണ്ണാണെന്ന് പെണ്ണിന് ബോധം വേണം. അവൾ ഇടിച്ചതൊരു ആണാണെന്നുള്ള ബോധം അവൾക്ക് വേണം. ആണുങ്ങളോട് എന്തും കാണിക്കുന്ന നിന്റെ ആങ്ങളയോടാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ നീ വെറുതെ ഇരിക്കോ? അപ്പൊ എന്താ അവന് ചോദിക്കാനും പറയാൻ ആളില്ലെന്ന്? പെണ്ണുങ്ങളെ ഞാൻ ചോദിച്ചു, നമ്മളെ കുടുംബത്തിലും ഇല്ലേ പെണ്ണുങ്ങൾ ആരെങ്കിലും എന്നൊരു അക്ഷരം മിണ്ടാറുണ്ടോ? ആണുങ്ങൾക്ക് അയച്ചെടുത്ത് വേണമെന്നേ. അതാണ് നമ്മളെ കുടുംബത്തിൽ നമ്മളെ പോലുള്ള ആണുങ്ങൾ ഉള്ളതുകൊണ്ട് പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കണം. അപ്പൊ ഇതൊന്നും ഇല്ലാത്തടത്ത് ഇങ്ങനെ തന്നെ സംഭവിക്കും. കെട്ടിയന്മാര് ഗൾഫിൽ പോയി കുറെ കാശൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇവളുമാരെ കൊടുക്കും. പിന്നെ ഇവളുമാരെ എന്താണ് തോന്നിയ പോലെ അങ്ങ് ചിലവാക്കി ഇതുപോലെയുള്ള പാവങ്ങളെ നെഞ്ചത്ത് കയറും. പാവം എന്നാലും ചെറുക്കന്റെ കോലം നോക്കിയാണ്. നീ എന്ത് കുറെ ആരായിട്ട് നീ ഇങ്ങനെ എന്ത് വിമ്മണത്? എന്ത് നമുക്ക് നാളെ ഒരു സംസ്ഥാന ബന്ധു സംഘടിപ്പിച്ചാലോ? നിറയെ ഇത്തിരി വാണത്തിന് മുണ്ടായിരിക്കും. നാളെ നിന്റെ ശത്രുക്കളുടെ വല്ല കല്യാണം ഉണ്ടാ? നാളെ ഇല്ല. അതെ, ഇതിപ്പോ നമുക്ക് വേറൊരു കാര്യം അറിഞ്ഞത്, ഈ അവിടെ കൂടിയുന്ന ജനങ്ങളിൽ കുറെ പേരൊക്കെ ഇവന് എതിരായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? അത് അമ്പിളിക്കുട്ടന്റെ ആൾക്കാരാണ്. ഇവൻ നമ്മുടെ പാർട്ടിക്കാരനല്ലേ, അതാണ് കേസ്. അവിടെ അമ്പിളിക്കുട്ട, അത് ശരി. അപ്പൊ അവിടെയും കയറി അവൻ പിടിച്ചിട്ടുണ്ട്. നീ വിഷമിക്കണ്ട കേട്ടാ. പിന്നെ ആശുപത്രിയിൽ ഒരുപാട് പൈസ എല്ലാം ആയാ? ഓ ക്ലീറ്റോ വന്നോ? നീ എന്തിനാ ഇവന്റെ മൂക്കടിച്ച് ചാത്തേ? ഇവന് എന്താ ചെയ്തേന്നറിയാമോ നാത്തൂനെ? ഇന്ന് ഞാൻ ഓട്ടോ പിടിച്ച് കയറി ഇങ്ങ് വരുന്ന വഴിക്കുണ്ടല്ല, ഇവൻ ആ ഓട്ടോ കേറിയപ്പോ തുടങ്ങി ഒരു മൂളിപ്പാട്ട് തുടങ്ങിയതാ. ഒരു ജാതി നോട്ടോ അവന്റെ കൈക്കിട്ട് കൊല്ലിങ്ങനെ കൂടെ ഒരു സെൽഫി എടുത്തു. പിന്നെ ആ കൊച്ചു പറയുന്നത് എന്താ പറ്റും? ഇതാരാടാ നിന്റെ? ഇതാരാ? അത് നമ്മുടെ പാർട്ടിയിലെ ഒരു നീ കയറി പോ, ഞാൻ അവനെ ഉപദേശിച്ചോളാം. മൂക്കല്ലേ ഇടിച്ച് പറയുന്നുണ്ടോ കേട്ടോ? കളിക്കുന്നടാ നീ. എടാ അവൾ ആരാന്നറിയാമോ? എന്റെ ഒരേ ഒരു പെങ്ങള്. അവളെ കെട്ടിയാണേ പാലാല് SI. പെണ്ണുങ്ങളോടെ കുറച്ചുകൂടെയൊക്കെ മര്യാദയായിട്ട് പെരുമാറാൻ പഠിക്കണം. പിന്നെ നീ എടുത്ത സെൽഫി ഉണ്ടല്ലോ, അത് സെൽഫിഷാണ്. അത് എടുക്കുമ്പോ ആ എടുക്കുന്ന ആളുടെ അനുവാദം ചോദിക്കണം, അല്ലാതെ എടുത്താ ഇങ്ങനെ ഇരിക്കും കേട്ടാ. ഒരു പ്രാവശ്യത്തേക്ക് ഇവനെ പിടിച്ചോണ്ട് പോയാ. പിന്നെ ഇതെന്തിനാന്നറിയാമോ? നിന്നെ പോലുള്ള കുറെ ഓട്ടോ ഡ്രൈവർമാരാണ് ഇത് അയാളെ പോലുള്ളവർക്ക് കൂടെ പേര് ദോഷം ഉണ്ടാക്കണം കേട്ടാ. ഇനി മേലാൽ പിന്നെ നിനക്ക് സെൽഫിയുടെ ഭയങ്കര എന്തോ വീക്ക്നെസ് ഉണ്ടെന്നല്ലേ പറഞ്ഞ? എടാ ഞാൻ നിന്റെ പാർട്ടിയുടെ നേതാവാണ്. ഇത്ര നാളായിട്ട് നീ എന്റെ കൂടെ ഒരു സെൽഫി എടുത്തിട്ടില്ലല്ലോ. ഇല്ലല്ലോ. മൊബൈൽ എടുക്കടാ, എടുക്കടാ എന്റെ സെൽഫി എടുക്കടാ, ചിരിച്ചിട്ടെടുക്കടാ.